അദ്ദേഹത്തിന്റെ തൗഹീദ് എന്ന് പറയുന്ന അത്തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ബാബു മാ ജാഅ ഫീ ഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ വാക്കിനെ പറ്റി പറയുന്ന അതിനെപ്പറ്റി വന്ന ഒരു ബാബാണിത്. വമാ ഖദറുല്ലാഹ കഖദരിഹി വല്ലർദു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത് ഫീഹി മസായിലു, ഇതിൽ ചില മസ്അലകളുണ്ട്. അൽ-അവ്വലു, അതിൽ ഒന്നാമത്തേത്, അൽ-ഖാമിസതു, അതിൽ അഞ്ചാമത്തെ മസ്അല അത്തസ്രീഹു ബിദിക്രിൽ യദൈനി, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നു. വഅന്ന സമാവാതി, ആകാശങ്ങളൊക്കെ ഫിൽ യദിൽ യുംന, അല്ലാഹുവിന്റെ വലത്തെ കൈയിലാണ്. വല്ലർളീന ഫിൽ യദിൽ ഉഖറ, ഭൂമിയാവട്ടെ അല്ലാഹുവിന്റെ ഇടത്തെ കൈയിലുമാണ്. അല്ലാഹു തആല വലത്തെ കൈയിൽ ആകാശങ്ങളും ഇടത്തെ കൈയിൽ ഭൂമിയും താങ്ങി പിടിച്ചു നിൽക്കുകയാണ് എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ അത്തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു. ഇസ്ലാമിയുടെ പ്രമുഖ നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഈ ആശയം അതേപോലെ തന്നെ അവരുടെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ IPH പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും സലഫികളുടെയും തൗഹീദായി അറിയപ്പെട്ടത്. ഇത്തരം തൗഹീദുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സുന്നികളെ മുശ്രിക്കാക്കുന്ന വഹാബികളോട് മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദുകൾ, മഹാന്മാരായ മുഹദ്ദിസുകൾ പറയുന്ന ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വഹാദിഹിൽ ഔസാഫു ഫീ ഹഖില്ലാഹി നഹാലുൻ, അല്ലാഹുവിനെ പറ്റി ഇങ്ങനെ കൈയുള്ളവനാണ്, കാലുള്ളവനാണ്, ചെവിയുള്ളവനാണ്, ചുണ്ടുള്ളവനാണ്, കണ്ടങ്കാലുള്ളവനാണ്, കണങ്കാലുള്ളവനാണ് അതിനെ പറ്റി പറയൽ പാടില്ല. ഇത് ലൗകാനദായി അല്ലാഹു തആല കൈയും വിരലുകളൊക്കെ ഉള്ളവനാണെന്ന് വന്നാൽ കാന ഖവാഹിദുൻ മിന്നാ, നമ്മളെ പോലത്തെ ഒരാൾ തന്നെയാണ് അല്ലാഹു എന്ന് പറയേണ്ടി വരും. വലൗകാലക കാലിക, നമ്മളെ പോലത്തെ ഒരാൾ തന്നെയാണ് അല്ലാഹു എന്ന് വന്നാൽ ലസ്തഹാല അൻ യകൂന ഇലാഹൻ, കൊള്ളൂല, അയാളെ ഇലാഹാക്കാൻ പറ്റില്ല. ഇത് ലൗജാദത്തുല്ലാഹി ലിമൻ ഹാദിഹി സിഫത്തുഹു, കയ്യും കാലും മൂക്കും നാക്കുള്ള തടിയും കോറാച്ചിയുമൊക്കെയുള്ള ഒരാളാണ് അല്ലാഹ് എന്ന് വന്നാൽ ലസഖത്തുൽ ദജ്ജാലി, ദജ്ജാലും അള്ളയാണെന്ന് സമ്മതിക്കേണ്ടി വരും. മഹാന്മാരായ പണ്ഡിതന്മാർ ദജ്ജാൽ വരുന്ന കാലഘട്ടത്തിൽ ആദ്യമായി ദജ്ജാലിനെ വിശ്വസിക്കുക ബിദ്അത്തിന്റെ കക്ഷികളാണ്, പുത്തനാശയക്കാരാണ്. ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞത് വെറുതെയല്ലെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ വഹുവ മുഹാലുൻ, ആ ദജ്ജാൽ ദൈവമായിരിക്കൽ ഇലാഹായിരിക്കൽ അസംഭവ്യമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂട്ടുന്ന വാദവും പഴവാണ്, കളവാണ് എന്ന് ഫത്ഹുൽ ബാരി 13-ാം വാള്യം 410-ാമത്തെ പേജിൽ കാണാം. അങ്ങനെയുള്ള കയ്യും കാലുമുള്ള അവയവങ്ങളുള്ള ഒരു അല്ലാഹുവിനെയാണ് കേരളത്തിലെ വഹാബികൾ ആരാധിക്കുന്നതെങ്കിൽ, ആ അല്ലാഹുവിലേക്കാണ് സുന്നികളെ വിളിക്കുന്നതെങ്കിൽ അത് കുഫറാണ് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇൽജാമുൽ അവാം എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഫൈൻ ഖദറ ബിബാലിഹി, വല്ലവന്റെ മനസ്സിൽ ഉദിച്ചാൽ അന്നല്ലാഹ ജിസ്മുൻ മുറക്കബുൻ മിൻ അല്ലാഹു തആല അവയവങ്ങളാൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ട ഒരു വസ്തുവാണ് അല്ലാഹു എന്ന് വന്നാൽ ഫഹു ആബിദു സനമിൻ, അങ്ങനെ വിശ്വസിക്കുന്നവൻ വിഗ്രഹാരാധകനാണ്. ഫൈന്ന കുല്ല ജിസ്മിൻ മഖ്ലൂഖുൻ, തടിയുള്ള വസ്തുക്കളൊക്കെ മഖ്ലൂഖാണ്. വഇബാദത്തുൽ മഖ്ലൂഖി കുഫറുൻ, അങ്ങനെയുള്ള അല്ലാഹുവിനെ ആരാധിക്കൽ തന്നെ കുഫറാണ് എന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തന്റെ ഇൽജാമുൽ അവാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും ഒന്നുപോലും ശരിയല്ലെന്ന് ഉണർത്തുവാനാണ് ഇത്തരം പറഞ്ഞത്. ഇനി